അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബലിപെരുന്നാൾ നമുക്ക് കടന്നു വരാൻ പോവുകയാണ്. പെരുന്നാളിൻ്റെ ഏറ്റവും വലിയ ഒരു ദിക്റാണ് തക്ബീർ എന്നുള്ളത്. സയ്യിനു അയ്യാദക്കും ബി തക്ബീർ, നിങ്ങളുടെ പെരുന്നാളുകളെ തക്ബീർ കൊണ്ട് നിങ്ങൾ ഭംഗിയാക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തക്ബീർ രണ്ട് ഇനം തക്ബീറുണ്ട്. ഒന്ന് തക്ബീർ മുർസൽ, പിന്നൊന്ന് തക്ബീർ മുഖയ്യദ്. തക്ബീർ മുർസൽ എന്ന് പറഞ്ഞാൽ രണ്ട് പെരുന്നാൾക്കും സുന്നത്തുള്ളതാണ്. തക്ബീർ മുർസൽ ചെറിയ പെരുന്നാൾക്കും സുന്നത്തുണ്ട്, ബലി പെരുന്നാൾക്കും സുന്നത്തുണ്ട്. എന്ന് പറഞ്ഞാൽ പെരുന്നാൾ ആരംഭിക്കുന്നത് മുതൽ, അഥവാ സൂര്യാസ്തമാനം മുതൽ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ, രണ്ട് പെരുന്നാൾ നിസ്കാരത്തിൻ്റെയും ഇമാമ് പെരുന്നാൾ നിസ്കാരത്തിനിക്ക് കൈകെട്ടുന്നത് വരെയാണ്, അഥവാ തക്ബീറത്തുൽ ഇഹ്റാം പറയുന്നത് വരെയാണ് തക്ബീർ മുർസൽ. അത് എല്ലാ സ്ഥലത്തും പറയണം. എന്ന് പറഞ്ഞാൽ പീടികയിലും പള്ളിയിലും വീട്ടിലും നടന്നിട്ടും കിടന്നിട്ടും എല്ലാ സ്ഥലത്തും എല്ലാ സന്ദർഭത്തിലും പറയുന്ന തക്ബീറാണ് തക്ബീർ മുർസൽ. നിസ്കാരത്തിൻ്റെ പ്രഗിൽ എന്നുള്ള പ്രത്യേകത അതെനിക്ക് ഇല്ല, എല്ലാ സ്ഥലത്തിലും പറയണം എന്നുള്ളതാണ്. വഫീ ലൈലത്തിഹിമ മിൻ ഖുറൂബി ശംസി ഇലാ ഇൻ യുഹ്രിമൽ ഇമാമു, ഇമാം തക്ബീറത്തുൽ ഇഹ്റാം പറയുന്നത് വരെയാണ്. റഫി സൗത്ത്, ശബ്ദം ഉയർത്തി തന്നെ പറയണം. സ്ത്രീകൾ മാത്രം ശബ്ദം ഉയർത്താൻ പാടില്ല. അമ്മാഹിയ ഫലാ തർഫഉ സൗതഹ ഗൈരി മഹാരിമിഹ, വിവാഹബന്ധം ഹറാമായവർ അല്ലാത്തവരുടെ മുമ്പിൽ അവൾ ശബ്ദം ഉയർത്തി പറയാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. വയുസന്നു അയ്യക്കൂന ദാലിക തക്ബീറു ഫി തുറുഖി വൽ മനാസിലി വൽ മസാജിദി വൽ അസ്വാഖി വ ഗൈരിഹ മാഷിയൻ വ റാക്കിബൻ വ ഖായിദൻ വ മുൽതജിയൻ ഫി ജമീഇൽ അഹ്വാൽ, നടന്നിട്ടും കിടന്നിട്ടും ഇരുന്നിട്ടും വാഹനത്തിലും പള്ളിയിലും അല്ലാത്ത സ്ഥലത്തും എല്ലാ സ്ഥലത്തും ഈ തക്ബീർ പറയണം. ഇല്ലാ ഫി നഹവി ബൈത്തുൽ ഖലാ, ടോയ്ലറ്റ് പോലത്തെ നജസായ സ്ഥലത്ത് ഒഴികെ തക്ബീർ പറയാൻ പാടില്ല. വാദ തക്ബീർ യുസമ്മ മുർസലം വ മുത്ലക്ക, ഇതിനിക്ക് തക്ബീർ മുർസൽ, തക്ബീർ മുത്ലക്ക് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ചില ആളുകൾ സംശയം ചോദിക്കാറുണ്ട്, ചെറിയ പെരുന്നാളാകുമ്പോൾ നിസ്കാരത്തിൻ്റെ പിറകിൽ, അഥവാ ചെറിയ പെരുന്നാൾ ആരംഭിക്കുന്ന മഗ്രിബ് നിസ്കാരവും ഇശാ നിസ്കാരവും സുബഹി നിസ്കാരവുമാണല്ലോ കിട്ടുക. ആ നിസ്കാരത്തിൻ്റെ ശേഷം തക്ബീർ പറയേണ്ടതുണ്ടോ? കാരണം നിസ്കാരത്തിൻ്റെ ശേഷം തക്ബീർ പറയുക എന്നുള്ളത് വലിയ പെരുന്നാൾക്കല്ലേ ഉള്ളത് എന്ന് ചില ഇമാമികൾ സംശയം ചോദിക്കാറുണ്ട്. അവിടെ ഉലമാക്കൾ രണ്ടഭിപ്രായം പറയുന്നുണ്ട്. ഇമാം റംലി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ സഹിയായ അഭിപ്രായം, നിസ്കാരത്തിൻ്റെ ഉടനെ അവിടെ ചെറിയ പെരുന്നാൾക്ക് തക്ബീർ പറയേണ്ടതില്ല. വലാ യുസന്നു ലൈലത്തുൽ ഫിത്രി അഖിബ സ്വലവാത്ത് ഫിൽ അസഹി, അഭിപ്രായം റംലി ഇമാമിൻ്റെ അടുക്കൽ അഭിപ്രായം അനുസരിച്ച് പറയേണ്ടതില്ല, സുന്നത്തില്ല എന്നുള്ളതാണ്. അതേ സമയത്ത് വക്കീല് യുസ്തഹബു, സുന്നത്താണ് ചെറിയ പെരുന്നാൾക്കും മഗ്രിബ് ഇശാ സുബഹിൻ്റെ ശേഷം തക്ബീർ പറയൽ സുന്നത്തുണ്ട്. വസഹഹു ഫിൽ അദ്കാർ, അദ്കാർ എന്ന ഗ്രന്ഥത്തിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു സുന്നത്താണ് എന്നതിനെയാണ് സഹി ആക്കിയിട്ടുള്ളത്. വഅലൈഹി അമലുന്നാസ് ഫിൽ അംസാർ, എല്ലാ നാടുകളിലും തക്ബീർ പറയുക എന്നുള്ള സമ്പ്രദായമാണ് ഉള്ളത് എന്ന് കിതാബുകളിൽ പറഞ്ഞതായി കാണാം. ഫുഖഹാക്കൾ കിതാബുകളിൽ പറഞ്ഞതായി കാണാം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. തക്ബീർ മുഖയ്യദ് എന്ന് പറഞ്ഞാൽ അത് ബലിയ പെരുന്നാൾക്ക് മാത്രം പറയുന്ന തക്ബീറാണ്. എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൻ്റെ ശേഷം പ്രത്യേകമായിട്ട് പറയുന്ന തക്ബീറാണ് തക്ബീർ മുഖയ്യദ്. അത് എപ്പോഴാണ് ആരംഭിക്കേണ്ടത് എന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അറഫ ദിവസത്തിൻ്റെ സുബഹി മുതൽക്ക് അയ്യാമു തശ്രീഖ്
11, 12, 13 അയ്യാമു തസ്രീഖിൻ്റെ അസർ വരെയാണ്. അസർ വരെ എന്ന് പറഞ്ഞാൽ അസറിന് ശേഷം പറയരുത് എന്നല്ല, അസർ നിസ്കരിച്ചതിന് ശേഷം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ പല ചോദ്യങ്ങളും ചോദിക്കാം. എല്ലാ നിസ്കാരത്തിൻ്റെ പുറകിൽ തക്ബീർ പറയണമെന്ന് പറയുമ്പോൾ ഫർളായ നിസ്കാരത്തിൻ്റെ ബാക്കിൽ മാത്രമാണോ പറയേണ്ടത്? ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ മാത്രമാണോ പറയേണ്ടത്? സിംഗിൾ നിസ്കരിക്കുമ്പോൾ പറയേണ്ടതില്ലേ എന്ന പല സംശയങ്ങളും ചോദിക്കാം. അവിടെ ഫുഖഹാക്കൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, വാക്കിബ കുല്ലിൻ, എല്ലാ നിസ്കാരത്തിൻ്റെ ഉടനെയും പറയണം. ഫർളൻ കാനത്ത് ഔ നഫ്ലൻ അദാൻ ഔ ഖലാൻ, ഫർളായ നിസ്കാരമാകട്ടെ, സുന്നത്തായ നിസ്കാരമാകട്ടെ, അദായി നിസ്കരിക്കുന്നതാകട്ടെ, ഖലാആയി നിസ്കരിക്കുന്നതാകട്ടെ, ഏത് നിസ്കാരമായാലും, ഏതുവരെ ഫത്ഹുൽ മുഈനിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ജനാസ, അത് മയ്യത്ത് നിസ്കാരമാണെങ്കിലും പറയണം. വെള്ളിയാഴ്ച ചില ഇമാമിങ്ങൾ മയ്യത്ത് നിസ്കരിക്കാറുണ്ട്, അതിൻ്റെ ശേഷം തക്ബീർ പറയാതെ സലാം വീട്ടി അവർ മതിയാക്കാറുണ്ട്. പക്ഷേ അതല്ല വേണ്ടത്. മയ്യത്ത് നിസ്കാരത്തിൻ്റെ പുറകിലും ഈ തക്ബീർ പറയേണ്ടതുണ്ട്. പിന്നൊരു കാര്യം അവിടെ മനസ്സിലാക്കേണ്ടത്, തിലാവത്തിൻ്റെ സുജൂദും ശുക്റിൻ്റെ സുജൂദിൻ്റെ ശേഷവും ഈ തക്ബീർ പറയേണ്ടതില്ല. ഈ തക്ബീറിനിക്കാണ് തക്ബീർ മുഖയ്യദ് എന്ന് പറയുക. ഇത് വലിയ പെരുന്നാൾക്ക് മാത്രം പ്രത്യേകം സുന്നത്തായതാണ്. എന്നാൽ ഇതാണ് മുഅ്തമദായ അഭിപ്രായം. അസ്ർ നിസ്കാരത്തിന് അയ്യാമു തശ്രീഖിൻ്റെ അസ്ർ നിസ്കാരം ഒരേ പറയണം എന്നുള്ളതാണ് ഇബ്നു ഹജർ തങ്ങളുടെ അടുക്കൽ സ്വഹിയായ അഭിപ്രായം. എന്നാൽ ഇമാം റംലി റളിയല്ലാഹുവിൻ്റെ അടുക്കൽ സൂര്യാസ്തം അയ്യാമു തശ്രീഖിൻ്റെ സൂര്യാസ്തമാനം വരെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇമാം റംലി ഇമാമിൻ്റെ അടുക്കൽ. എന്നാൽ ഇബ്നു ഹജർ തങ്ങളുടെ അടുക്കൽ മുഅ്തമദായ അഭിപ്രായം അസ്ർ നിസ്കാരം വരെയാണ്. വഅലാ കുല്ലിൻ യുകബ്ബിറു ബഅദൽ സ്വലാത്തുൽ അസ്ർ, ഈ രണ്ടഭിപ്രായം അനുസരിച്ചിട്ടും അസ്ർ നിസ്കാരത്തിൻ്റെ ശേഷം തക്ബീർ പറയണം എന്നുള്ളതാണ്. ഇക്കാര്യം വളരെയേറെ മനസ്സിലാക്കണം. പിന്നെ ഒരു തക്ബീർ പറയേണ്ടത് ദുൽഹിജ്ജ 1 മുതൽ 10 വരെ തക്ബീർ പറയണം. വഫി അശ്രി ദുൽഹിജ്ജ ഇന യറാ ശൈഅൻ മിൻ ബഹീബത്തിൽ അൻആമി ഔ യസ്മഉ സൗതഹാ, മാട് ഒട്ടകം എന്നീ മൃഗങ്ങളിൽ നിന്ന് വല്ല മൃഗത്തിനെയും കണ്ടാൽ, ആടിനെ കണ്ടാലോ പശുക്കളെ കണ്ടാലോ അല്ലെങ്കിൽ ഒട്ടകത്തിനെ കണ്ടാലോ അല്ലെങ്കിൽ കാണണമെന്നില്ല, അതിൻ്റെ ശബ്ദം കേട്ടാൽ തക്ബീർ പറയണം. 1 മുതൽക്ക് 10 വരെ തക്ബീർ പറയണം. കാരണം അല്ലാഹു തആല പറഞ്ഞതാണ്, വയദ്കുറുസ്മല്ലാഹി ഫി അയ്യാമി മഅലൂമാത്ത് അലാ മാ റസഖക്കും മിൻ ബഹീമത്തിൽ അൻആം. ആടുമാട് മൃഗങ്ങൾ അത് അല്ലാഹു തആല നൽകിയ വലിയൊരു നിയമത്താണ്. അതിൻ്റെ മേലിൽ അവർ തക്ബീർ പറയുന്നുണ്ട് ഈ അറിയപ്പെട്ട 10 ദിവസങ്ങളിൽ എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. തക്ബീർ ഈ ആടുമാട് ഒട്ടകത്തിനെ കണ്ടാൽ തക്ബീർ പറയണം എന്ന് പറഞ്ഞാൽ പള്ളിയിൽ പെരുന്നാൾക്ക് തക്ബീർ പറഞ്ഞതുപോലെ പറയണം എന്നില്ല. മറിച്ച് കണ്ടാൽ അല്ലാഹു അക്ബർ ഒരു വട്ടം പറഞ്ഞാൽ മതി. കലഫിൽ ഇആബി മറത്തം വാഹിദ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി. അപ്പോൾ ഏതെങ്കിലും പശുക്കളെയോ ആടിനെയോ കണ്ടാൽ അല്ലാഹു അക്ബർ ഒരു വട്ടം പറഞ്ഞാൽ മതിയാകുന്നതാണ്. ഇനി ജലജ മഹലുകളൊക്കെ പ്രശ്നം നടക്കാറുണ്ട്. നിസ്കാരത്തിൻ്റെ ശേഷം തക്ബീർ വലിയ പെരുന്നാൾക്ക് വിട്ടുപോയാൽ അതിനെ വലിയ പ്രശ്നമാക്കി, അതുപോലെ തന്നെ ചില ഇമാമികളെയും മുഅദ്ദിനുകളെയും പിരിച്ചുവിടുന്ന, മഹലിൽ നിന്ന് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന ഒരവസ്ഥയിലേക്ക് വരെ തർക്കങ്ങളിൽ എത്തുന്ന ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും പ്രശ്നമാക്കേണ്ടതില്ല. കാരണം തക്ബീർ സുന്നത്തേ ഉള്ളൂ. ഇനി ആ തക്ബീർ സലാം വീട്ടിയ ഉടനെ വിട്ടുപോയാൽ പിന്നീട് അത് പറയാൻ ചാൻസ് ഉണ്ട്. അതാണ് പറയുന്നത്, തക്ബീർ നിസ്കരിച്ച ഉടനെ പറയാൻ വിട്ടുപോയി, എന്നാൽ തസ്ബീഹ് പറഞ്ഞതിൻ്റെ ശേഷം അല്ലെങ്കിൽ ദ്വാരുന്നതിൻ്റെ ശേഷം തക്ബീർ പറയാം. ഏതുവരെ എന്ന് പറഞ്ഞാൽ മുസല്ലയിൽ നിന്ന് എഴുന്നേറ്റ് പോയാലും അതിൻ്റെ സമയം നഷ്ടപ്പെടില്ല, സമയം എത്ര നീണ്ടാലും നഷ്ടപ്പെടില്ല എന്ന് സഹിയായ അഭിപ്രായമാണ്. അതാണ് ലൗ നസിയ തക്ബീർ ഖൽഫസ് സലാ, നിസ്കാരത്തിൻ്റെ പിന്നിൽ തക്ബീറിനെ മറന്നുപോയാൽ ഫതദക്കറ വൽ ഫസ്ലു ഖരീബൻ ഉസ്തുഹിബ്ബത് തക്ബീർ ബിലാ ഖിലാഫ്, എന്നാൽ ഉടനെ ഓർത്താൽ ആ തക്ബീർ പറയൽ സുന്നത്താണ്. സവാൻ ഫാറക മുസല്ലാവംല, മുസല്ലിയിൽ നിന്ന് അവൻ എഴുന്നേറ്റ് പോകട്ടെ പോകാതിരിക്കട്ടെ, അവൻ ഉടനെ ഓർത്താൽ തക്ബീർ പറയണം. ഫലൗ താലൽ ഫസ്ലു ഫതുരീക്കാനി, ഇനി സമയം കുറേ സമയം കഴിഞ്ഞിട്ടാണ് ഓർമ്മ വന്നത് എങ്കിലോ
അവിടെയും ആ തക്ബീർ വീണ്ടെടുക്കൽ സുന്നത്താണ് എന്നുള്ളതാണ് സ്വഹീഹായ അഭിപ്രായം. ഇക്കാര്യം വളരെ മനസ്സിലാക്കണം. തക്ബീർ ഉച്ചത്തിൽ തന്നെ പറയണം. ഇസ്താബു റഫു തക്ബീരി റഫു സൗത്തി ബി തക്ബീരി ബിലാ ഖിലാഫ്. ആർക്കും തന്നെ തർക്കമില്ല, തക്ബീർ ഉറക്കെ പറയൽ സുന്നത്താണ്. അപ്പം നിസ്കാരത്തിൻ്റെ ശേഷമുള്ള തക്ബീർ ഉറക്കെ പറയാം, അല്ലാത്ത തക്ബീറും ഉറക്കെ പറയാം. പക്ഷേ അവിടെ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. നിസ്കരിക്കുന്ന സഫിൽ മസ്ബൂക്കായ ആളുകൾ അല്ലെങ്കിൽ മറ്റുള്ള നിസ്കരിക്കുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ അവർക്ക് ഞങ്ങൾ തക്ബീർ പറയുമ്പോൾ വസ്വാസാക്കുന്നുണ്ട് എങ്കിൽ അപ്പോൾ വളരെയേറെ അങ്ങേയറ്റത്തെ വെച്ചും തക്ബീർ പറഞ്ഞുകൊണ്ട് അവരെ വസ്വാസാക്കാൻ പാടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അങ്ങനത്തെ നിസ്കരിക്കുന്ന ആളുകൾക്ക് ശല്യമാകുന്നില്ല എങ്കിൽ എന്താക്കുക, ഒരു തക്ബീർ ഉച്ചത്തിൽ പറയുന്നതിനേക്ക് സുന്നത്താണ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ തക്ബീർ പല ആളുകളും തെറ്റിദ്ധരിക്കാറുണ്ട്. സ്ത്രീകൾ നിസ്കാരത്തിൻ്റെ ശേഷം വലിയ പെരുന്നാളിൻ്റെ തക്ബീർ പറയലേ ഇല്ല എന്ന് പറഞ്ഞാലും തെറ്റില്ല. കാരണം അതൊരു ആണുങ്ങൾക്കുള്ള സമ്പ്രദായമാണ്. തക്ബീർ പള്ളിയിൽ പറയലാണ്. സുബ്ഹാനല്ലാഹ്, ചെറിയ പെരുന്നാൾക്കും പറയലില്ല, വലിയ പെരുന്നാൾക്കും പറയാത്ത ഒരുപാട് സ്ത്രീകളുണ്ട്. കാരണം അവർ പെരുന്നാളിൻ്റെ തിരക്കിലാണ്. മൈലാഞ്ചി വെക്കലും ഭക്ഷണം ഉണ്ടാക്കലും വീട് ക്ലീനാക്കലും ഈ തിരക്കിലായതുകൊണ്ട് തക്ബീറിനെ മറന്നു പോകാറുണ്ട്. ഏതായാലും പള്ളിയിൽ നിസ്കരിച്ചാലും വീട്ടിൽ നിസ്കരിച്ചാലും ജമാഅത്തായി നിസ്കരിച്ചാലും ഒറ്റക്ക് നിസ്കരിച്ചാലും പുരുഷന്മാർക്കും സുന്നത്തുണ്ട്, സ്ത്രീകൾക്കും സുന്നത്തുണ്ട്. സ്ത്രീകളാകുമ്പോൾ അന്യപുരുഷന്മാരുടെ മേൽ ശബ്ദമുയർത്താൻ പാടില്ല എന്ന കാര്യം മനസ്സിലാക്കണം. മറ്റൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, തക്ബീർ സലാം വീട്ടിൽ ഉടനെ പറയണോ അല്ല നിസ്കാരത്തിൻ്റെ ദിക്റൊക്കെ കഴിഞ്ഞതിന് ശേഷം പറയണോ എന്ന് ചില ആളുകൾ സംശയം ചോദിക്കാറുണ്ട്. അവിടെ പ്രത്യേകം മനസ്സിലാക്കണം. ചെറിയ പെരുന്നാൾക്കാണെങ്കിൽ സൂര്യൻ അസ്തമിച്ച ഉടനെ മഗ്‌രിബ് നിസ്കരിക്കുമല്ലോ, അവിടെയാണെങ്കിൽ നിസ്കരിച്ച ഉടനെ ദിക്ർ ചൊല്ലിയതിൻ്റെ ശേഷമാണ് തക്ബീർ പറയേണ്ടത്. അതുപോലെ തന്നെ ഇശാ നിസ്കാരം സുബഹി നിസ്കാരം ചെറിയ പെരുന്നാൾക്കാണെങ്കിൽ ദിക്ർ പറഞ്ഞതിൻ്റെ ശേഷമാണ് തക്ബീർ പറയേണ്ടത്. വലിയ പെരുന്നാൾക്കാണെങ്കിൽ ദിക്ർ നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദിക്ർ പറയുന്നതിൻ്റെ മുമ്പ് അഥവാ സലാം വീട്ടിയ ഉടനെ തക്ബീർ പറയണം എന്നുള്ളതാണ്. ഇത് ഞാൻ സ്വന്തം വകയായി പറഞ്ഞതല്ല. യുസന്നു തഖീറു തക്ബീറുൽ മുത്ലഖ് അൻ അദ്കാരി സ്വലാ. തക്ബീർ മുത്ലഖിനെ നിസ്കാരത്തിൻ്റെ ദിക്റുകളെ തൊട്ട് പിന്തിക്കലാണ് സുന്നത്ത്. ബിഖിലാഫിൽ മുഖയ്യദ് ഫയുസന്നു തഖ്ദീമുഹു. മുഖയ്യദായ തക്ബീർ ആണെങ്കിൽ മുന്തിക്കലാണ് സുന്നത്ത്. കമാഫിൽ ഇംദാദ് എന്ന് പറഞ്ഞതായി കാണാം. അപ്പോൾ ഏതായാലും ഈ തക്ബീറിൻ്റെ കാര്യം മറക്കരുത്. ചുരുങ്ങിയ നിലക്കുള്ള ഒരു വിഷയമാണ് ഞാൻ പറഞ്ഞത്. തക്ബീർ രണ്ടിനമുണ്ട്. തക്ബീർ മുർസൽ, തക്ബീർ മുഖയ്യദ്. തക്ബീർ മുർസൽ എന്ന് പറഞ്ഞാൽ ചെറിയ പെരുന്നാൾക്കും വലിയ പെരുന്നാൾക്കും പെരുന്നാൾ ആരംഭിച്ചത് മുതൽക്ക് ഇമാം തക്ബീറത്തുൽ ഇഹ്റാം കൈകെട്ടുന്നത് വരെയാണ്. അത് വലിയ പെരുന്നാൾക്കും സുന്നത്തുണ്ട്, ചെറിയ പെരുന്നാൾക്കും സുന്നത്തുണ്ട്. എല്ലാ സന്ദർഭത്തിലും പറയണം. തക്ബീർ മുഖയ്യദ് എന്ന് പറഞ്ഞാൽ വലിയ പെരുന്നാൾക്ക് നിസ്കാരത്തിൻ്റെ ശേഷം പറയുന്ന തക്ബീറാണ്. അത് ഏത് നിസ്കാരമായാലും ഫർളായാലും സുന്നത്തായാലും മയ്യിത്ത് നിസ്കാരമായാലും ആ തക്ബീർ പറയൽ സുന്നത്തുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ.